നമസ്കാരം. പൂരോരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2025 നിർത്തിവച്ച കർമ്മ പദ്ധതികൾ പുനരാരംഭിക്കുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. വികസിത രാഷ്ട്രത്തിൽ നിന്നും തിരിച്ചു വന്ന പലർക്കും മറ്റൊരു ജോലി കിട്ടാനുള്ള അവസരം ഉണ്ടാകുന്നത് സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. വിദ്യാർത്ഥികൾക്ക് അന്തിമ നിമിഷത്തിൽ വിജയശതമാനം വർദ്ധിക്കുകയും തൃപ്തിയായിട്ടുള്ള വിഭാഗത്തിനോട് ബന്ധപ്പെട്ട് പഠിക്കാൻ അവസരം ഉണ്ടാകുന്നത് വഴി അങ്ങനെയുള്ള അവസരത്തെ സ്വീകരിക്കുന്നത് അർദ്ധമനസ്സോടുകൂടിയാണെങ്കിൽ പോലും തൊഴിലവസരങ്ങൾ ഉണ്ടാകുമോ എന്ന സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങളാണെങ്കിൽ പോലും ഭാവിയിലേക്ക് ഗുണകരമായി തീരും എന്ന നിർദ്ദേശം സ്വീകരിക്കുന്ന പക്ഷം ഇങ്ങനെയുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. വിജ്ഞാനപ്രദമായിട്ടുള്ള വിഷയങ്ങൾ ആർജിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും അവസരമുണ്ടായിത്തീരും. മക്കളുടെ സംരക്ഷണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. ഒരുപക്ഷെ അന്യനാട്ടിലോ വികസിത രാഷ്ട്രത്തിലോ താമസിക്കുന്ന പുത്രപൗത്രാദികളോടൊപ്പം മാസങ്ങളോളം താമസിക്കുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. പലപ്പോഴും മേലധികാരികളും അനുഭവജ്ഞാനമുള്ളവരും പറയുന്ന കാര്യങ്ങൾ തനതായിട്ടുള്ള അർത്ഥമൂല്യങ്ങളോടുകൂടി സ്വീകരിക്കുകയും അതിൻ്റെ ഭാവിയിലേക്ക് അനന്ത സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രയത്നിക്കാനും പ്രവർത്തിക്കാനും അവലംബിക്കുവാനുമുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും അന്തിമമായിട്ട് അനുകൂലമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള നേട്ടമുണ്ടാകും. വന്നു ചേരുന്ന അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും. നാഡി രോഗപീഠകളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുവാനിടയുള്ളത് കൊണ്ട് യാത്ര ചെയ്തുകൊണ്ടുള്ള ജോലികളെല്ലാം ഒഴിവാക്കി ഇരുന്നു കൊണ്ടുള്ള ജോലികളൊക്കെ വേണ്ടി ക്രമീകരിക്കുവാനിടയുണ്ട്. കുടുംബജീവിതത്തിൽ പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാവാതെ നോക്കേണ്ടതാണ്. പണം മുതൽ മുടക്കിയുള്ള പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നും തൽക്കാലത്തേക്ക് ഈ വർഷം പിന്മാറുകയായിരിക്കും നന്നാവുക. അതായത് പണം കടം കൊടുക്കുക, കടം വാങ്ങിക്കുക, ജാമ്യം നൽകുക, മധ്യസ്ഥതയ്ക്ക് പോകുക, കുറി ചേരുക എന്നിവ യാതൊരു കാരണവശാൽ അരുതാത്തതാണ്. അതിനേക്കാട്ടുപരി രേഖാപരമല്ലാത്ത സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ നിന്നും യുക്തിപൂർവ്വം പിന്മാറുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. നമസ്കാരം.